ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. ഞങ്ങളിപ്പം നമ്മുടെ റിയർ ക്രോസ് നമ്മുടെ വില്ലേജിൽ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയേക്കുവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ശരിക്കും ഇവിടെ വന്നിട്ട് ഇങ്ങനെ അധികം ഇങ്ങനെ നടന്ന് ഇവിടെയെങ്ങും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. ഇത് കണ്ടോ, ഇവിടെ നിന്നാണ് നമ്മുടെ റിയർ ക്രോസ് ബോർഡ് വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ബ്യൂട്ടി ആയിട്ട് നമ്മുടെ നല്ല പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്ക് ഇവിടുന്ന് അവിടെയാണ് ഞങ്ങളുടെ വീട്. പോകുന്ന വഴിക്ക് ഞാൻ വീട് കാണിച്ചു തരാം. ജസ്റ്റ് റിയർ ക്രോസിന്റെ ബോർഡ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കടക്കുമ്പോഴത്തേക്ക് ഒരു 4 വീട് കഴിഞ്ഞിട്ടാണ് റൈറ്റ് സൈഡിൽ ഞങ്ങളുടെ വീട് വരുന്നത് കേട്ടോ. 4 or 5 ഇവിടെ എല്ലാം ഇങ്ങനത്തെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള വലിയ വലിയ വീടുകളാണ്. അതുപോലെ എല്ലാവർക്കും നല്ല പറമ്പും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്, അല്ലാതെ കുഞ്ഞു കുഞ്ഞു പറമ്പല്ല. മിക്കവാറും എല്ലാവർക്കും ഒരു 60 സെൻറ്റും 40 സെൻറ്റും മിനിമം എങ്ങനെ ആയാലും ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇവിടെ കേട്ടോ. ഞങ്ങൾ റിയർ ക്രോസിൻ്റെ ആ ബോർഡ് കാണിക്കാനാണ് അവിടെ പോയി വീഡിയോ എടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മേലോട്ട് പോവുകയാണ്. ഞങ്ങളുടെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും റൈറ്റ് സൈഡിലായിട്ട് നോക്കിയിട്ട് 5ാമത്തെ വീട് നോക്കി വന്നാൽ നമ്മുടെ വീട് കിട്ടും കേട്ടോ. കുഞ്ഞുസ് ബഗ്ഗിയിൽ എൻജോയ് ചെയ്തിരിക്കുവാണേ. കുഞ്ഞുസിനെ അല്ലാതെ നടത്താന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നടക്കില്ല. കുറച്ച് കഴിയുമ്പോഴത്തേനും എടുക്കണം. ഇവർക്ക് ഇത്രയും ദൂരം ഒന്നും നടക്കാൻ പറ്റത്തില്ല. ഞങ്ങളിപ്പം നമുക്ക് ഭയങ്കര സുഖമാണ്. ഞങ്ങൾ ട്രെഡ്മില്ലൊക്കെ വീട്ടിൽ ഓടുന്നതാണ്. അപ്പം ഇന്ന് ഞങ്ങൾ വിചാരിച്ച ഒരു ഔട്ട്ഡോർ വാക്ക് ചെയ്യാന്ന്. അപ്പം ഞാൻ കലോറിയൊക്കെ എന്തായാലും ഇതിനകത്ത് ബേൺ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എത്ര കിലോമീറ്റർ നടക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി. ഫ്രണ്ട്സ്, നമ്മൾ പതുക്കെ ഇങ്ങനെ നടന്ന് നമ്മുടെ വില്ലേജിന്റെ സെന്ററിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 600 മീറ്റർ അത്രേ ഉള്ളൂ. കവല എന്ന് പറയുന്ന ഏരിയ അല്ലേ? അവിടെ നിങ്ങൾ കണ്ടു അതിൽ നമ്മുടെ സർക്കിൾ കെ അങ്ങനത്തെ പോലെ ഒരു ഷോപ്പ് പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഇവര് പറഞ്ഞത്. അവിടെ ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പൊ അത് വേറെ ആരോ സെയിൽ അഗ്രീഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ അത് ഷോപ്പായിട്ട് തന്നെ വരുമോ അതോ വീട് വെക്കാനായിട്ട് എടുക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് പിന്നെ ഇവിടുന്ന് ന്യൂ പോർട്ടിൽ പോയി കഴിഞ്ഞാൽ പെട്രോൾ സ്റ്റേഷൻ കിട്ടും. ഏകദേശം ഒരു പിന്നെ ഇവിടെ ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ നമുക്ക് വേസ്റ്റ് കുപ്പികളും ക്ലോത്തൊക്കെ ഇടാനായിട്ട് ഒരു കമ്മ്യൂണിറ്റിയുടെ തന്നെ ഒരു വേസ്റ്റ് ഡിസ്പോസൽ ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് കാർ പാർക്ക് ചെയ്യാനും പറ്റും വേണമെന്നുണ്ടെങ്കിൽ. ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്. പിന്നെ ഈ ലച്ച് നടന്നു പോകുന്നതിൻ്റെ ബാക്കിലായിട്ട് കാണുന്നത് ഇവിടുത്തെ ഒരു പബ്ബാണ് കേട്ടോ. ഇത് റൈസിങ് സൺ എന്ന് പറഞ്ഞിട്ട് വൈനും സ്പിരിറ്റും അതെല്ലാം കിട്ടുന്ന ഒരു പബ്ബാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ആഫ്റ്റർ സ്കൂൾ ക്ലബ്ബ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് സ്കൂൾ കഴിയുമ്പോഴത്തേക്കും അവരെ നോക്കാനുള്ള ഫെസിലിറ്റിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത് സ്കൂളിൽ വിടുന്നതിന് മുന്നേ ഇപ്പം 7:30-ക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബ് തുടങ്ങുന്നത്. 7:30 to 9 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവരെ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ ഫുഡ് ഇവർ സെർവ് ചെയ്യും. അതെല്ലാം നമ്മുടെ പേയ്മെൻറ്റ് ഒരു പിള്ളേർക്ക് ഇത്ര പേയ്മെൻറ്റ് വെച്ച് വരും കേട്ടോ. അപ്പോൾ നമ്മൾ സോഷ്യൽ വെൽഫെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറച്ച് പൈസ നമുക്ക് കുറവും കിട്ടും. അപ്പോൾ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് അവർക്ക് കളിക്കേണ്ട സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിൽ ഇവരെ പോകും. എന്നിട്ട് അതും കഴിഞ്ഞ് സ്കൂളിൽ ഇവർ തന്നെ കൊണ്ടാക്കും അല്ലേ? ഇവിടുത്തെ ആൾക്കാർ തന്നെ കൊണ്ടാക്കിയിട്ട് സ്കൂളും കഴിഞ്ഞിട്ട് ആഫ്റ്റർ സ്കൂൾ ക്ലബ്ബ് ഇവിടെ. അതിപ്പോൾ ഇവിടെ ആണെങ്കിൽ അവർ സ്കൂളും കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ വരുന്നത് 6 o'clock വരെയാണ്. പിന്നെ നമ്മൾ പേരൻസ് വന്ന് കളക്ട് ചെയ്യണം.
എന്ന് വെച്ചാൽ ഒരു കൊച്ചിനെ രാവിലെ കൊണ്ടാക്കി കഴിഞ്ഞാൽ സ്കൂളിലും കൊണ്ടാക്കും. അത് കഴിഞ്ഞ് സ്കൂള് കഴിഞ്ഞിട്ട് അവർ വിളിച്ചുകൊണ്ട് വന്നിട്ട് 6 മണി വരെ ഇവർ നോക്കുകയും ചെയ്യും. അപ്പം ഫുൾ ഡേ വർക്കിംഗ്, ലോങ് ഡേ ഒക്കെ വർക്ക് ചെയ്യുന്ന പേരൻസ് ഒക്കെ ആണെങ്കിൽ, നോർമൽ ഡ്യൂട്ടി എടുക്കുന്ന പേരൻസ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെയാണ് ഇത് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആഫ്റ്റർ സ്കൂൾ ക്ലബ്ബ് എന്ന് പറയുന്ന ആ സംഭവം. ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു ടിൻ ചർച്ച് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അയർലൻഡിൽ തന്നെ വൺ ഓഫ് ദി ടിൻ ചർച്ചിൽ വരുന്ന ഒരെണ്ണമാണ്. ടിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭിത്തികളെല്ലാം ഈ ടിൻ ഷീറ്റ് വെച്ചിട്ടാണ് അടിച്ചേക്കുന്നത്. അത് അയർലൻഡിൽ 3 എണ്ണേ ഉള്ളൂ. അപ്പം അങ്ങനെ 3 എണ്ണത്തിലെ ഒരെണ്ണമാണ് ഈ റിയർ ക്രോസിലെ ഈ ചർച്ച് എന്ന് പറയുന്നത്. ഇത് ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഏകദേശം 1800 പണിഞ്ഞതാ അല്ലേ? 1800. ചർച്ച് പണിത് പ്രീസ്റ്റ് ഈ ഒരു പ്ലേസ് പിന്നെ അത് കൺവേർട്ട് ചെയ്ത് അവരതിന് റെനോവേഷൻ നടത്തിയിട്ട് ഇങ്ങനെ ഒരു ചർച്ചായിട്ട് മാറ്റുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും അവർ മാറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ടിൻ ചർച്ച് എന്നുള്ള ആ ഒരു സ്പെഷ്യാലിറ്റി ഇതിനുണ്ട്. അതൊന്നും അവർ മാറ്റാതെ തന്നെ ഒരു ചർച്ചിൻ്റെ രീതിയിലുള്ള റിനോവേഷൻ കാര്യങ്ങളെല്ലാം ഔട്ട് സൈഡിലൊക്കെ ചെയ്തു എന്നാണ് നമ്മൾ ഹിസ്റ്ററി നോക്കുമ്പോൾ കാണുന്നത്. ഇതിനകത്ത് അവർ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. ഇത് 1840 ചർച്ചാണല്ലേ? And there was no church in Rear Cross and the people had to travel on foot over the hills to Kilcoman. ഇത് ശരിക്ക് 1800-കളിലാണ് ഉണ്ടാക്കിയത്. അപ്പം ആ സമയം ഇവിടെ കിൽക്കോമൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് വേണം ഇവിടെ ഉള്ളവരൊക്കെ ഇത് ചെയ്യാൻ പോകാനായിട്ട്, ചർച്ചിന് വേണ്ടി പോകാനായിട്ട്. അപ്പോൾ അത് കണക്കിലാക്കിയിട്ട് അവരിവിടെ ഒരു ചർച്ച് പണിഞ്ഞതാണ്. ഇവിടെ ഒരു മൈനിങ് ഏരിയ ഉണ്ടായിരുന്നു. ആ മൈനിങ് ഏരിയ റിലേറ്റ് ചെയ്തിട്ടും ഇതിന് ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് വന്ന് പ്രാർത്ഥിക്കാനും എല്ലാത്തിനും. ഇതിൻ്റെ ഒരു ഇത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഔട്ട് സൈഡ് മെറ്റൽ ഈസ് പ്യുവർ ടിൻ, അതുകൊണ്ട് അത് റസ്റ്റ് ചെയ്യത്തില്ല, എന്ന് വെച്ചാൽ തുരുമ്പിക്കത്തില്ല. ഇൻസൈഡ് അവർ ലൈൻ ചെയ്തേക്കുന്നത് വുഡും, അതുപോലെ ഇൻസുലേഷൻ ഈസ് ജ്യൂട്ട് എന്നാണ് എഴുതിയേക്കുന്നത്. ജ്യൂട്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയർ നമുക്കൊന്ന് നോക്കാം. പണ്ടത്തെ ഒരു ചർച്ചിൻ്റെ ഒരു എക്സാക്ട് ഫീൽ നമുക്കിപ്പോൾ അതിനുള്ളിൽ കയറുമ്പോൾ കിട്ടില്ല. കാരണം ഇവരധികം ചേഞ്ചസ് വരുത്തിയിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. അകത്ത് കണ്ടോ ടോപ്പ് വുഡും ഇത് കണ്ടോ, ഇതിൻ്റെ അകം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല വുഡ് അടിച്ചിട്ടുള്ളതാണ്. സ്ട്രക്ചറെല്ലാം വുഡ് വെച്ചിട്ടാണ്. ഇത് ചെറിയൊരു അടിപൊളിയൊരു ചർച്ചാണ്, കുഞ്ഞു ചർച്ച്. അതേ ഇങ്ങോട്ടൊരു സൈഡ് കുറച്ച് പേർക്കിരിക്കാം, അതുപോലെ ഈ സൈഡ് കുറച്ച് പേർക്കിരിക്കാം. അതുപോലെ മുകളിൽ നോക്കിയേ, അവിടെ ഒരു തട്ട് പോലുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ഇതുവഴിയാണ് ആൾക്കാർ കയറി വരുന്നത് അല്ലേ? ഇതുവഴി എനിക്കൊന്ന് 3 സൈഡും എൻട്രൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇരിക്കാം, കണ്ടോ, ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാം. അതുപോലെ നല്ലൊരു പോസിറ്റീവ് വൈബുണ്ട്. ഓക്കെ, ഇതാരാ? ജീസസ്. അത് ഓക്കെ, കുഞ്ഞിനറിയാം കണ്ടോ.
ഇത് കണ്ടോ, ഇത് മറ്റേ നമ്മുടെ കുമ്പസാരക്കൂടാണേ. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ ഫാദർ ഇരിക്കും, ഇവിടെ നമുക്ക് ഇരുന്നുകൊണ്ട് സംസാരിക്കാം. ഇത് കണ്ടോ, കാണിച്ചേ. ഓ, ഇവിടെ നിന്ന് സംസാരിക്കാം അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ ശരിക്കും പോകണ്ട. ഇവിടെ ഫാദർ ഇരിക്കും. വുഡിനൊക്കെ എത്ര വർഷം പഴക്കം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ശരിയാ, എന്നുവെച്ചാൽ നൂറ്റാണ്ടുകൾ പഴക്കം കാണും. ഈ വുഡ് ഇതിനുള്ളിലുള്ള വുഡിന്റെ ഒക്കെ പഴക്കം ഒന്ന് ആലോചിച്ചു. എന്നുവെച്ചാൽ 1800-കളിൽ പണിയെങ്കിൽ എന്തായാലും 100 വർഷം പഴക്കം വരുമല്ലോ. ഇതിവർ വൈറ്റ് പെയിന്റ് അടിച്ചേക്കുന്നത് കേട്ടോ, വൈറ്റ് പെയിന്റ് അടിച്ച്. പക്ഷെ ചില വുഡുകൾ പെയിന്റ് അടിക്കാതെ ഇട്ടിട്ടുണ്ട്, നല്ല പോളിഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കര സ്ട്രോങ് അല്ലേ, സ്റ്റിൽ ഭയങ്കര സ്ട്രോങ് ആണ്. വാ, ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്. എനിക്കൊന്ന് ഇതുവഴിയാണ് മേലോട്ട് ആ ബാൽക്കണിയിൽ കയറിയിരിക്കുന്നത് കേട്ടോ. ആ, ബേബിയെ പിടിച്ചിരിക്കുക.